ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അതിൻ്റെ സൗണ്ടൊക്കെ ഇത് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. സൗണ്ടൊക്കെ ഞാൻ കുറച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഉമ്മ ഉണ്ടാവുന്ന വിളിക്കണേ, നമുക്ക് ആ നുറുത്ത് ചക്കടയെന്ന് പറഞ്ഞാണ്ട്. അങ്ങനെ എന്നാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ചക്കയൊക്കെ പോയിട്ട് മുറിച്ച് വിടുന്നുണ്ട്. ഒരു മുറി ഉമ്മാക്കും കൊടുത്ത് ഒരു മുറി ഞാനും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിക്കണം ഈ ചക്ക ഉണ്ടാക്കാനുള്ള ആവേശം തന്നെ. എന്താ വെച്ചാൽ ഇഷു കുറേ ദിവസമായിക്കണം പറയണം നമുക്ക് ചക്ക പൊരിച്ചല്ലമ്മാണ്. ഒന്നാളൊരു സുതേമാതിരി ചക്ക പൊരിച്ചിരുന്നു കേട്ടോ. അന്ന് തന്നെ ചക്ക പൊരിക്കാഞ്ഞിട്ട് അന്ന് ചുളപ്പറിച്ച് കണ്ട് പിടിച്ചൊക്കെ വെച്ച് പിറ്റേന്നാ പൊരിച്ച കേട്ടോ. അന്നത് ഒരു രസം ഉണ്ടായില്ല, ഒരു വേറൊരു ചൊയ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു, ഇനി ചക്ക ഇടുമ്പോൾ അന്ന് തന്നെ ഉണ്ടാക്കിക്കാണ്ട് അന്ന് തന്നെ പൊരിക്കണം തീരുമാനിച്ചു. അങ്ങനെ ചക്ക കൂട്ടാൻ വെക്കാൻ വേണ്ടിയൊക്കെ അരിഞ്ഞിക്കാണ്ട് കൂട്ടാൻ വെക്കാൻ സാധാരണ ഞാൻ ഇങ്ങനെയായിട്ട് അരിയാ മടൽ ചെത്തിക്കാണ്ടാണ് അരി. ഇത് ഉമ്മ പഠിപ്പിച്ചെന്നാണ് കേട്ടോ. ഇങ്ങനെയാണ് സുഖം. മറ്റേ ചോളം ഇങ്ങനെ എടുത്തുകാണ്ട് അരിയാറുമ്പോൾ എനിക്കതൊരു ഗതികേടാണ്. അപ്പോൾ ഇങ്ങനെ ഉമ്മാനൊക്കെ ഒന്ന് ശീലമായപ്പോൾ എനിക്കിങ്ങനെയാണ് സുഖം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചക്ക അരിയിൽ കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ചക്കക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനതൊക്കെ കരുതിയിട്ട് ഇങ്ങനെയാണ് അരിയുന്നത്. പിന്നെ അരിയാനും എളുപ്പമാണ്. എന്നിട്ട് പിന്നെ ഈ ഭാഗം അരിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂനി ഭാഗം ചെത്തിയിട്ട് കാണ്ട് അവിടെയും കുറച്ച് കൂട്ടാനത്തിൽ തന്നെ അരിയും. ബാക്കി അങ്ങോട്ട് പൊരിച്ചാളിലേക്ക് എടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഫുള്ളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ ഒരു ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നതും ചക്ക പൊരിക്കണതും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഒക്കെപ്പാട് ഉൾപ്പെടുത്തുമ്പോൾ എനിക്ക് വീഡിയോ ഭയങ്കര ലെങ്ത് ആവുകയാണ്, എനിക്ക് പറ്റണില്ല. ഇനി ഇൻഷാ അല്ലാ നമുക്ക് വരുമാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫോണൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഫുള്ള് വിശേഷങ്ങളും അങ്ങനെ എടുത്തിട്ടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും. എപ്പോഴും പറയണമായിരുന്നു മക്കളെ, നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്നുകൊണ്ട് ഞെക്കിക്കാണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ട് അങ്ങനെ ഫ്രണ്ട്സുകൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് നോക്കിയിട്ട്. ഞാൻ ഇതുപോലെയാണ് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് വിധത്തിലാണ് ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. പല ഭാഗത്തേക്ക് പല മാതിരിയാണ് നമ്മൾ ഓരോ സംഗതികളും ഉണ്ടാക്കലല്ലേ. ഇനിയിപ്പോൾ ചില ഭാഗത്തേക്ക് ഈ ചക്കക്ക് വേറെ എന്തെങ്കിലും പേരൊക്കെ കാരണം പറയും. പല ഭാഗത്തും പല മാതിരിയാണ് ഓരോന്നിനും പേര് പറയലും അതേപോലെ തന്നെ ഉണ്ടാക്കലും ഒക്കെ. അപ്പം ഇന്നാൾ ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിൻ്റെ മൈ ലൈഫിൽ. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെയല്ല താത്ത ഉണ്ടാക്കൽ, ഞങ്ങൾ വേറെ രീതിക്കാണ് മസാല ദോശ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാമല്ലോ കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ചക്ക അരിയിൽ കഴിഞ്ഞാൽ അതാണ് തീമാക്കട്ടെ കേട്ടോ. കുക്കറിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല. ലേശം ഉപ്പിട്ട് കാണ്ട് വെള്ളം പറഞ്ഞാൽ തീമൊക്കെയാണ് കേട്ടോ. ഉപ്പൊക്കെ പാകം പോകണം തന്നെ ഇട്ടാൽ മതിയിട്ട് മക്കളെ കയറാൻ നിൽക്കട്ടെ, ഒരു രസം ഉണ്ടാവില്ല. പിന്നെ മഞ്ഞപ്പൊടി ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല. എനിക്ക് മഞ്ഞ കളറിലുള്ള കൂട്ടാനോട് വലിയൊരു ഇഷ്ടമില്ല. ചിലരൊക്കെ മഞ്ഞപ്പൊടി ഇടും കേട്ടോ. അവിടെ എൻ്റെ വീട്ടിൽ ഉമ്മയൊക്കെ മഞ്ഞപ്പൊടി ഇടും. പക്ഷേങ്കിൽ ഇവിടെ കുഞ്ഞുവിൻ്റെ വീട്ടിൽ ഇവിടുത്തെ ഉമ്മ ഇടലില്ല മഞ്ഞപ്പൊടി, ഞാനും ഇടലില്ല കേട്ടോ. എനിക്ക് മഞ്ഞപ്പൊടി ഇട്ടാൽ വലിയൊരു ഇഷ്ടമൊന്നുമില്ല. പിന്നെ രണ്ടെണ്ണ വെളുത്തുള്ളി രണ്ടെണ്ണം ചീരുള്ളിയൊക്കെ പാടിട്ട് കാണും, തേങ്ങയും ചായച്ച് കാണുന്നുണ്ട്. അങ്ങനെ തേങ്ങ അരക്കലാണ് ഇത്. പിന്നെ പൊരിക്കാൾ ചക്കൻ്റെ പൊരി കഴിഞ്ഞ് വെക്കണം കേട്ടോ. ഇനി ചക്കക്കൂട്ടാനും ഡായിട്ട് വേണമെങ്കിൽ പൊരിക്കാൻ പറ്റാണ് കേട്ടോ. അപ്പോൾ കുരം കഴിഞ്ഞ് വെച്ചാൽ പിന്നെ കുരു കളഞ്ഞ് കാണ്ട് അരിഞ്ഞും വെക്കുമ്പോൾ പിന്നെ ആ കുക്കറത്തെ കുക്കിങ് ചെയ്തോളും എഴുതിക്കാണ്ട്. ഇതപ്പോൾ അപ്പക്കപ്പളല്ല ഞാൻ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് വേറൊരു ചുവ വരികയാണ്. ഒരു മഞ്ഞ നിറം വന്നുകാണ്ട് വേറൊരു ചുവ വരിക. അപ്പോൾ അത് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. അപ്പം ഇത് ഇവിടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ ഇനി അയിമൊക്കെ വെക്കണ്ടല്ലോ. അങ്ങനെ ചക്ക കൂട്ടാന് കുക്കറൊക്കെ കുക്കിക്കണ്ട ഇനി ആവി പോട്ടെ. അപ്പോൾ ഞാൻ തേങ്ങ ചേരണ്ടിക്കാണ്ട് അരച്ച് കാണ്ടൊക്കെ വരാം. തേങ്ങ കുറേ വെളുത്തുള്ളിയും ചീരുള്ളിയൊന്നും വേണ്ട. ഒരു 2 പണ വെളുത്തുള്ളി അതേപോലെ ഒരു 3-4 പണ ചീരുള്ളി ഉണ്ടായ സംഗതി ശരിയായിട്ടോ. പിന്നെ പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ആദ്യം ഇതൊന്നൊരു ഒതുക്കിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒന്നായിട്ട് അതിലൂടെ അരിയില്ല. ഈ പച്ചമുളക് പിന്നെ ചതിയാതെ കിടക്കും. അങ്ങനെ അതാണ് ഒതുക്കിയെടുത്തുകാണ്ട് പിന്നെ ബാക്കിയുള്ള തേങ്ങയും കൂടി ആയിക്കിട്ട് ചെറിയ ജീരകം ഇടുന്നുണ്ട് കേട്ടോ. ചില ഭാഗത്തൊന്നും ചെറിയ ജീരകം ഇടൂല. ഞങ്ങൾ ചെറിയ ജീരകം ഇട്ടിട്ട് നുള്ളിൽ ചെറിയ ജീരകം ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അങ്ങനെ തേങ്ങയൊക്കെ ചതച്ച് വന്ന് കാണ്ട് കുക്കർ തുറന്ന് നോക്കുമ്പോൾ കുക്കറിൽ വെള്ളം ഉണ്ട് കേട്ടോ. അത് നമുക്ക് വേസ്റ്റ് ആകുന്നില്ല കേട്ടോ. വെള്ളം ഞാൻ നല്ലോണം അധികം വെക്കണതാണ്. എന്താ വെച്ചാൽ ഈ ചക്കക്ക് നല്ലോണം വെള്ളം വേണം. ഇവിടെ വേറൊരു ചക്ക ഉണ്ട്. ആ ചക്ക ഇതിലേറെ നിറവുണ്ട്, അതിന് ഇത്ര വെള്ളം വേണ്ട. പക്ഷെ ഇതിന് നല്ലോണം വെള്ളം വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം വെച്ചത് തന്നെയാണ്.
പിന്നെ ആ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കയ്ക്ക് തേങ്ങ നമ്മൾ ഒതുക്കി പോരൂലേ. അപ്പോൾ ഒതുക്കി പോരുമ്പോൾ ഞാനും തട്ടും ആദ്യം ഈ വെള്ളം ഇതിലത്തെ വെള്ളം കൊണ്ട് ഊറ്റി വെക്കട്ടെ ഒരു പാത്രത്തിട്ട്. അത് ഊറ്റി വെച്ചിട്ട് പിന്നെ ഈ തേങ്ങ വെച്ചിക്കാണ്ട് പോരുമ്പോൾ ആ മിക്സി ചുവറ്റി പോരുമല്ലോ. അപ്പോൾ മിക്സി ചുവറ്റിക്കാൻ ഈ വെള്ളത്തിലാണ് ചുവറ്റിക്കാണ്ട് പോരുക ചെയ്യുക. അപ്പോൾ പിന്നെ വെള്ളം പാകമാവും, മിക്സി ചുവറ്റിലാവും ചെയ്യും. മറ്റേത് ഈ വെള്ളയിൽ നിന്നുകാണ്ട് നമ്മൾ മിക്സി ചുവറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുറേ വെള്ളമായി കാരം. അപ്പോൾ ഇതാവുമ്പോൾ എല്ലാം പാകമാവും കേട്ടോ. അങ്ങനെ ആ വെള്ളമൊക്കെ മുഴുവൻ പറഞ്ഞുകൊണ്ട് മിക്സി ചുവറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മക്കളെ എൻ്റെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കല് കേട്ടോ. പിന്നെ റിനുമോളുണ്ട് ഇവിടെ. റിനുമോൾ ചക്കക്കൂട്ടാനായോ? ചക്കക്കൂട്ടാനായിരുന്നു രാവിലെ ചായക്കടി പുട്ടായിട്ട് ഉണ്ടാക്കിയത്. ഓള് പുട്ട് തിന്നില്ല, ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നത് കണ്ട് ഓള് പുട്ട് തിന്നില്ല. പുട്ട് തിന്നാൽ ചക്കക്കൂട്ടാൻ തിന്നാൻ കഴിയൂല കണ്ട് ആദ്യം തന്നെ നീച്ചെന്ന് കണ്ട് നിസ്കാരം കഴിഞ്ഞാൽ എനിക്ക് അടുക്കുള്ളൂ. പിന്നെ അവൾ നീച്ചാലെങ്കിൽ 9-9:30 ആവും. അപ്പം ഈ ചക്കക്കൂട്ടാൻ ഇങ്ങനെ പണിയെടുക്കണതാണ് അവൾ കാണുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചക്കക്കൂട്ടാനായിക്കോട്ടെ എന്ന് കരുതിക്കാണ്ട് അവൾ പുട്ടുന്നില്ല. അവരും കാൽച്ചായ അടിച്ചുകൊണ്ട് അവൾ പിന്നെയും പോയി. അങ്ങനെ നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ ഇവിടെ അയക്കണം. അപ്പം ഈ ചക്കക്കൂട്ടാനൊക്കെ ഞങ്ങൾക്ക് രണ്ടാക്കും ചൂടാറാനൊക്കെ വളമ്പി വെക്കട്ടെ കേട്ടോ. ചൂടാറാനൊക്കെ വളമ്പി വെച്ചുകൊണ്ട് കഞ്ഞിയും കുടിച്ച് ചക്കക്കൂട്ടാനും കഞ്ഞിയും തന്നിട്ട് കുറേ ദിവസമായിക്കണം. ഇന്നതിന് പറ്റിയ ദിവസമാണ് കേട്ടോ. നല്ല മഴ പുറത്ത് പെയ്യുക. മുറ്റത്ത് ഇറങ്ങാൻ വയ്യ. മുറ്റടിച്ചാൽ ഇറങ്ങാനൊന്നും വയ്യ. നിങ്ങളാണ് മുറ്റടിച്ചതല്ല കരിഞ്ഞൊന്നും ഇറങ്ങാൻ വെച്ചാൽ പുറത്ത് നല്ല മഴയാണ്. ഈ സീറ്റുമ്മക്ക് വെള്ളം വെക്കുന്നത് കേട്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇത് നമ്മൾ വർക്ക് ഏരിയ മക്കളെ, വർക്ക് ഏരിയ സീറ്റാണ് കേട്ടോ. അതാണ് ഈ സൗണ്ട് കേട്ടോ. നല്ല സൗണ്ടാണ്. ചെറിയൊരു മഴ പെയ്താൽ തന്നെ എന്തോ ഒരു സൗണ്ടാണ് നമുക്ക്. ഇപ്പോൾ പിന്നെ പെരുമഴയൊന്നും ഇല്ല, ഒരു ഭാഗത്തെ മഴ ഉള്ളൂ. എന്നാൽ തന്നെ നല്ല സൗണ്ടാണ്. സൗണ്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെച്ചേക്കാം കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സൗണ്ട് കുറച്ച് വെച്ചേക്കാണ്. അങ്ങനെ ഞങ്ങൾ കഞ്ഞി എടുക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചാട്ടാക്കളെ. അങ്ങനെ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞേക്കാണ്ട് ചക്ക പൊരിച്ചാൽ പുറപ്പെട്ടു. ഇപ്പം തന്നെ ആണെങ്കിൽ ഈ ചൂടിലത് പൊരിച്ചാൽ നല്ല രസീകാരം. മറ്റേത് ആറി നിന്നാൽ പിന്നെ അത് ആ വാടിക്കൊഞ്ഞ് അങ്ങനെയൊക്കെ കാരം. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ചക്ക പൊരിച്ചിരുന്നു അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. എന്താ വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിക്കാണ്ട് ആദ്യം ചക്ക നല്ലോണം കേൾക്കും. കേക്ക് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടുകാണ്ട് പിന്നെ ഒന്നിങ്ങനെ മസാല ആക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ പൊരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പൊരിക്കാനാണ് നല്ല മട്ടം. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പം പൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. മറ്റേ ചക്ക ആകുമ്പോൾ എളുപ്പം പൊരിഞ്ഞ് കിട്ടണുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ പൊരിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ചക്ക അങ്ങോട്ട് നുറുക്കിയിട്ട്. ഇത് പിന്നെ ഒരു വലിയ പൊടിയില്ല, ഒരു പാകത്തെ പൊടിയിലാക്കണം. നല്ല പൊടിയിലാക്കണേ കേക്ക് തന്നെ വേണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അത് ഒന്നായിട്ട് ഇങ്ങനെ ഒരു ഉണ്ടായിക്കോടെ നിൽക്കും. അങ്ങനെ നമ്മുടെ ചക്ക ഏകദേശമൊക്കെ പൊരിഞ്ഞു കേട്ടോ. എങ്ങനെ പൊരിഞ്ഞതെന്ന് മനസ്സിലായാലും വെച്ചാൽ ഇങ്ങനെ ഈ ആൾക്കാർ നമുക്കൊരു കിലിങ്കിലും നല്ലൊരു സൗണ്ട് ഉണ്ടാവും. ആ ഒരു സൗണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ചക്ക പൊരിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയാണ് നമ്മൾ ചക്ക പൊരിഞ്ഞ് മനസ്സിലാക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കോരിയെടുക്കട്ടെ കേട്ടോ. കോരിയെടുക്കണത് അവരൊന്നൊന്നര തവയാണ്. അത് വേർത്തിട്ട് ഞാൻ നൂല് വെച്ചിട്ടൊക്കെ കെട്ടി ശരിയാക്കിയല്ലോ. ഞാൻ മൊത്തമായിട്ട് കോരിയെടുത്ത് തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ആ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു പേപ്പർ വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വറുത്ത് പോരുന്നത്. കേട്ടോ പക്ഷെ ഇതൊരു വലിയ പൊടിയിലൊക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഞാൻ അരിഞ്ഞുകാണ്ട് അച്ചൽക്കത്തിക്കാണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സാധനം കൂട്ടിയിട്ടില്ല, ഒരു ഉപ്പോവേ ഒന്നും മഞ്ഞപ്പൊടി ഒന്നും കൂട്ടിയിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് ചട്ടിക്കാണ്ട് തെക്കാണ് കേട്ടോ. പിന്നെ ചക്കക്കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി ചെന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് എന്നിട്ടാണ് കേട്ടോ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയതൊക്കെ വാരിയിടുന്നത്. പിന്നെ ചക്കക്കൂട്ടാൻ തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴച്ച് വയ്ക്കാറില്ല. ഏതായാലും ഇപ്പം എന്നാൽ കുഴക്കാറാനൊന്നും നിന്നിട്ടില്ല. വേഗം ആ ചക്ക പൊരിച്ചെടുത്തിക്കാണ്ട് ആ ചമ്പി ഞമ്മലൊക്കെ മതിലും തക്കളിലൊക്കെ ഒന്ന് വാരിയിട്ടിക്കാണ്ട് വേഗം പണി കഴിക്കാമെന്ന് കരുതി. ചക്ക മുഴുവൻ പൊരിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ട്രിപ്പ് പൊരിച്ചാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതിൻ്റെ കളറ് പൊരിച്ചിടുന്ന കളറ് കാണുമ്പോൾ നിങ്ങൾ കരുതി അതിക്കിപ്പോൾ എന്താ ചേർത്ത് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അച്ചക്ക് പൊരിച്ചാണ്. പിന്നെ ഞാൻ പൊരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഉപ്പ് വെതറ കേട്ടോ. മുളക് വേണ്ടവർക്ക് മുളക് ഇത്തിരി വെതറി കൊടുത്താൽ മതി. ഞാൻ മുളക് വെതറിലില്ല, ഒരു നുള്ളു ഉപ്പ് വെതറി കൊടുത്താൽ തന്നെ നല്ല രസമാണ്. പിന്നെ മുളക് എടുത്തുകൊണ്ട് തിന്ന് കണ്ട് അറിയണ്ട് ഇത് ഇങ്ങനെ തന്നെ രസം ഉണ്ടല്ലോ. നിങ്ങൾ ഉപ്പിടാതെ പൊരിച്ചത് ചോദിച്ചാൽ ആദ്യം ഉപ്പിടാതെ ഇങ്ങനെയാണ് പൊരിച്ചു നോക്കട്ടെ. ഇങ്ങനെ പൊരിച്ചാൽ എന്താ ആട്ടം നോക്കാറുണ്ട്. ഇതിൽ പിന്നെ പൊരിഞ്ഞുകാണ്ട് ഓളെടുത്തോണ്ട് തിന്നപ്പോൾ പറയാം ഇത് ഉപ്പിടാതെ പൊരിച്ചിട്ട് തന്നെ നല്ല രസം ഉണ്ടല്ലോ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ കേൾക്കാണ്ട് നമ്മൾ ചക്ക പൊരിച്ചലും കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. അപ്പം എന്ന് വെച്ചാൽ
വെറും ചക്കയും ചക്കപ്പൊരിയും ചക്ക കൂട്ടാനാണ് ഇപ്പം ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയാലും വേണം മക്കളെ ചോറും കൂട്ടാനും ഉണ്ടാക്കട്ടെ. ചോറും കൂട്ടാനും ഉണ്ടാക്കാതെ ഒരു രക്ഷയില്ല. ഏതായാലും അതൊക്കെ അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കണുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ. പിന്നെ നല്ല ഉപ്പിട്ട് കാണ്ട് നല്ലോണം അങ്ങനെ നല്ലോണം ഇളക്കി മറിച്ചിക്കാണ്ട് ഇതൊരു കുപ്പിയിലാക്കി വെക്കുക കേട്ടോ. കുപ്പിയിലാക്കി വെച്ചാൽ കുറേ കാലം നിൽക്കും മക്കളെ. ഇത് കുറേ കാലം നിൽക്കാനൊന്നും ഇല്ല കേട്ടോ. ഇത് കുറച്ച് തന്നെ ഉള്ളൂ. ഇഷ്യൂ വരുമ്പോഴത്തേന് ഉണ്ടാവുക തന്നെ ആവും, വെള്ളിയാഴ്ച വരിക. ഏതായാലും അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.